പ്രകൃതിയെ എത്രത്തോളം മോശമാക്കാൻ സാധിക്കുമോ അത്രത്തോളം മോശമാക്കിയവരാണ് നമ്മൾ മനുഷ്യർ. വികസനത്തിന് വേണ്ടി മനുഷ്യർ ഈ ഭൂമിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ചെറിയ ദോഷങ്ങളൊന്നുമല്ല. മരങ്ങൾ ഇല്ലാതാക്കിയും പരിസ്ഥിതി ലോല മേഖലകൾ കയ്യേറിയും വലിയ ആഘാതങ്ങളാണ് ഭൂമിക്ക് മനുഷ്യൻ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിന്റെ അമർഷം പലതരത്തിൽ ഭൂമി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു. താങ്ങാനാകാത്ത ചൂട് നൽകിയും അളവിലധികം മഴ നൽകിയുമെല്ലാം ഭൂമി ഇതിനെതിരെ തിരിച്ചടിക്കുകയും ചെയ്തു. പ്രകൃതിക്ഷോഭങ്ങളിൽ ഇതിനോടകം തന്നെ നല്ലൊരു ശതമാനം മനുഷ്യരും മനുഷ്യനിർമ്മിതികളും ഇല്ലാതായിട്ടുണ്ട്. കയ്യിലിരിപ്പിന്റെ ഫലമായി ഭാവിയിൽ വലിയ ദുരന്തങ്ങൾ മനുഷ്യരെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഗവേഷകർ ഇപ്പോൾ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഒട്ടനവധി മനോഹരമായ സ്ഥലങ്ങളാണ് നമ്മുടെ ഭൂമിയിലുള്ളത്. എന്നാൽ അധികം വൈകാതെ ഈ മനോഹര നഗരങ്ങളെല്ലാം ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകാനുള്ള സാധ്യതയാണ് ഗവേഷകർ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. ഇതിന്റെ ആദ്യ സൂചനയാണ് തുവാലു ദ്വീപ് നൽകുന്നത്. ലോകത്തെ മനോഹരമായ നഗരങ്ങളിലൊന്നാണ് തുലാവു ദ്വീപ്. അധികം വൈകാതെ ഈ ദ്വീപ് നമ്മുടെ ഭൂപടത്തിൽ നിന്നും അപ്രത്യക്ഷമാകുമെന്നാണ് നാസ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പസഫിക് സമുദ്രത്തിലെ വെള്ളം ക്രമാതീതമായി ഉയർന്നതാണ് ഇതിന് കാരണമാകുന്നത്. പസഫിക് സമുദ്രത്തിലെ 9 ദ്വീപുകളിൽ ഒന്നാണ് തുലാവു. പൊളീഷ്യൻ ഐലൻഡായ തുലാവു ഹവായിക്കും ഓസ്ട്രേലിയക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 12,000-ഓളം ആളുകളാണ് ഇവിടെ ഉള്ളത്. ഈ പ്രദേശം മുങ്ങുന്നതോടെ ഭൂമി ഇല്ലാത്തവരായി മാറും ഇവിടുത്തെ ജനങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്നും കേവലം 2 മീറ്റർ ഉയരത്തിലാണ് തുലാവു സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഈ പ്രദേശത്തിന് കടുത്ത ഭീഷണി ഉയർത്തുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരത്തിലെത്താത്ത പ്രദേശങ്ങളിൽ അതിവേഗം വെള്ളത്തിനിടയിലാകാനുള്ള സാധ്യതയുമുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഈ പ്രദേശം മുങ്ങുന്നതെന്ന് നോക്കാം. ആഗോളതാപനത്തിന്റെ ഫലമായി ആർട്ടിക്കയിലും അന്റാർട്ടിക്കയിലുമെല്ലാം മഞ്ഞുരുകുന്നതാണ്. ഇത് പസഫിക് സമുദ്രം ഉൾപ്പെടെയുള്ള മഹാസമുദ്രത്തിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതിന് കാരണമാകുന്നുണ്ട്. നിലവിൽ സാധാരണത്തിൽ നിന്നും 15 വെള്ളം സമുദ്രം ഉയർത്തിയിട്ടുണ്ടെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ വെള്ളം കയറിയാൽ അത് തുലാവു ദ്വീപ് മുങ്ങാനുള്ള കാരണമാകും. 2050 കൂടി തുലാവു ബീച്ച് പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുമെന്നാണ് നാസയിലെ ഗവേഷകർ വിലയിരുത്തുന്നത്. സമുദ്രത്തിലെ ജലനിരപ്പ് ഉയർന്നത് ശുദ്ധജലവുമായി ഉപ്പുവെള്ളം കലരുന്നതിന് കാരണമായിട്ടുണ്ട്. ഇത് കൃഷി മേഖലയെ സാരമായി തന്നെ വ്യാപിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.